ഡാഡി ഏതിലെ അല്ലല്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗോൾഡൻ സ്പാരോ. ഞാൻ വൈശു ആണ്. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അടിപൊളി മെട്രോ സ്റ്റേഷനാണ്, കലകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. വരാൻ മറക്കരുത്. എങ്ങോട്ടൊന്നല്ലേ പോകണത്. ഇതാണ് നമ്മുടെ അടിപൊളി സ്പോട്ട് മാരിയേറ്റിൻ്റെ ഉള്ളിലുള്ള ഇന്ത്യയിലൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഭയങ്കര ഭംഗിയാണ്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മാരിയേറ്റിൽ വന്നിരിക്കുകയാണ്. രാവിലെ തന്നെ വന്നു. ഒരു മോഹിനിയാട്ടം പെർഫോമൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സെറ്റായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരുങ്ങുന്നത് പോലെ ലൈറ്റായിട്ട് തന്നെയാണ് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റായിരിക്കുന്നത്. ഇതാണ് ലുക്ക്. ഇന്ന് 2 പ്രോഗ്രാമുണ്ട്. 2 പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ പ്രോഗ്രാമൊക്കെ പെട്ടെന്ന് രാവിലത്തെ ആയതുകൊണ്ട് ജസ്റ്റ് വേഗം തന്നെ കഴിഞ്ഞു. ഒരു 10-11 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വെന്യൂയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി വന്നു. നെക്സ്റ്റ് വെന്യൂയിലേക്ക് ഞങ്ങൾ പോയി. അടുത്ത സ്ഥലം നമ്മുടെ വൈറ്റില കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഒക്കെ തൊട്ടടുത്തുള്ള ഒരു വലിയൊരു ഹോളിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിള്ളേരൊക്കെ നല്ല സെറ്റിൽ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. കഥകളി ചേട്ടൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കോസ്റ്റ്യൂം മാറ്റാതെ നേരെ അങ്ങ് പോവുക ചെയ്തത്. കോസ്റ്റ്യൂം ഒന്നും മാറ്റിയില്ല, കാരണം രണ്ടും ഒരേ കോസ്റ്റ്യൂം തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമയം അത്രയും നമ്മൾ പിന്നെയും കെട്ടണമല്ലോ എന്നുള്ളൊരു ഇത് കാരണം ഞങ്ങൾ വണ്ടിയിൽ തന്നെ കയറി അതുപോലെ തന്നെ മറ്റേ വെന്യൂവിൽ വന്ന് ഇറങ്ങി അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ പ്രോഗ്രാം തുടങ്ങാനൊക്കെ അപ്പോൾ സ്റ്റേജിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റേജായിരുന്നു കേട്ടോ. നല്ലോണം ഓഡിയൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ഫ്ലോറ് തന്നു. പിന്നെ എനിക്ക് ഈ ലൈറ്റൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കഴിഞ്ഞിട്ടൊരു ലൈറ്റ് വരുന്നുണ്ട്, അത് നല്ലൊരു ഭംഗിയുള്ള ലൈറ്റാണ്. അപ്പോൾ സ്റ്റേജ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തു. സ്റ്റേജിലൊക്കെ ഒന്ന് പോയി ലൈറ്റിൻ്റെ എഫക്റ്റൊക്കെ എങ്ങനെയുണ്ട് നോക്കി ഒന്ന് സെറ്റായി. പക്ഷേ ഈ കോസ്റ്റ്യൂമിന് ഗ്രീൻ ലൈറ്റ് അവരിട്ടു പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത്. അത് കുറച്ചും കൂടി ഭംഗിയായിരുന്നു കേട്ടോ. ഒരു ഫ്രഷ്നെസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ലൈറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സ്റ്റേജൊക്കെ കണ്ടു, പ്രോഗ്രാമൊക്കെ ചെയ്തു.